അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ പൊഴുതന പഞ്ചായത്തിലെ ഒരു വീട്ടിലാണ്. ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ്. ആൾ ചില്ലറക്കാരനല്ല, ആളൊരു കില്ലാടിയാണ്. ആൾ പടം വരയ്ക്കും, ആളൊരു ടെക്കിയാണ്, ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ ആളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, ഇതാണ് ആള്. പേരെന്താ? ആള് ചില്ലറക്കാരനല്ല, സംസ്ഥാന തലത്തിൽ 1000 പേര് മത്സരിച്ചെടുത്തു നിന്ന് ഫസ്റ്റ് മേടിച്ച ആളാണ്. അപ്പൊ ആള് നന്നായിട്ട് വരയ്ക്കൂലേ? നന്നായിട്ട്. ഇപ്പൊ എന്ത് ചെയ്യുമോ? ഇപ്പം പഠിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. എന്താ അതില് വീഡിയോ ഒക്കെ ഇടുന്നത്? അത് ഈ മരങ്ങളും ചെടികളും അതാക്കും, ചിലതും വീഡിയോ എഡിറ്റിങ് ചെയ്യും. പിന്നെ ഇപ്പൊ അതൊന്നും ഉണ്ടാവില്ല, ഇനി കുറച്ചേരെ എഡിറ്റിങ് ചെയ്യണം. ഇനി ഇത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാൻ വേണ്ടി എന്താവാനാ ആഗ്രഹം? എന്താ, ഗ്രാഫിക് ഡിസൈനർ ആണോ, യൂട്യൂബർ ആണോ? അതൊന്നുമില്ല, അത് വലിയ പടം വരയ്ക്കുന്ന ആളാണോ? അതൊന്നുമില്ല. ഇല്ല. നമുക്ക് വരച്ച പടങ്ങളൊക്കെ കാണിച്ചു തരാമോ? ഇതാണ് ആള് വരച്ച പടങ്ങൾ കേട്ടോ. ഇത് എന്തൊക്കെയാന്ന് പറയോ വരച്ചിരിക്കുന്നത്? അറിയില്ല. സമ്മാനമൊക്കെ കിട്ടിയിട്ടില്ലേ ഒത്തിരി? ആദ്യം ചിത്രം വരയ്ക്കാൻ പോയപ്പോ ആ ടീച്ചറെ പഠിപ്പിച്ച വരച്ച് പഠിച്ചത് ഇതന്നെ. ഇത് ആദ്യം പോയിട്ട് പഠിപ്പിച്ചതാ. ഇത് ഞാൻ സ്വന്തം പഠിച്ചതാ. ഇത് ബാക്കി ചെയ്തിട്ടില്ല, പൂർത്തിയാക്കാനുണ്ട്. ഇത് ഞാൻ വരച്ചത്. ഇതെല്ലാം തന്നെ വരച്ചതല്ലേ? ഫോണ് നോക്കി വരച്ചതാ. ഇത് പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല. കളർ അടിക്കാനുണ്ടല്ലേ? ഇത് ഫോണ് നോക്കിട്ടാ ഞാൻ വരച്ച ഡേറ്റ്. ഇതെന്താ? അത് വീട് വയല്. ഇത് നോക്കി വരച്ചതാണോ? നോക്കി വരച്ച. ഇത് മെസ്സിനെ വരച്ചോ? മെസ്സിയാണിത്. ഇഷ്ടപ്പെടാനുള്ള കാരണം, വരയ്ക്കാൻ എന്താ ഇഷ്ടപ്പെട്ട കാരണം? ഒന്നുമില്ല, വരച്ചു തുടങ്ങി അങ്ങനെ വരച്ചതാണ്. ചുമ്മാ വരച്ചതാണല്ലേ? ഇതാണ് ജോബിന്റെ അമ്മ. അപ്പം അമ്മയുടെ പേരെന്താ? മേരി. ഇത് ജോബിന്റെ അച്ഛൻ. അച്ഛന്റെ പേര് ബേബി. ജോബിന് എന്ന് തൊട്ടായി വരയ്ക്കാനൊക്കെ തുടങ്ങിയത്? വരയ്ക്കാൻ അങ്ങനെ TV കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂണ് അധികം കാണുക. അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഈ ബഡ്സ് സ്കൂളിൽ പോയപ്പോൾ അവിടെ മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ സമ്മാനം എല്ലാം കിട്ടിയപ്പോൾ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ തുടങ്ങി. ജോബിന്റെ ഇപ്പൊ പഠിക്കാൻ പോകുന്നുണ്ട്, അതെങ്ങനെയാണ്? ഗ്രാഫിക് ഡിസൈൻ. അത് എത്ര മണിക്കൂറുണ്ട് ക്ലാസ് ഒക്കെ? 2.5 മണിക്കൂറുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് കൽപ്പറ്റ തന്നെ. അപ്പൊ എത്ര മണി തൊട്ട് എത്ര മണി വരെ? 2 മണി മുതൽ 4:30 വരെ. അപ്പൊ ഉച്ച വരെയുള്ള സമയത്ത് ജോബിന് എന്ത്? കുറെ എഴുതുമോ? നന്നായിട്ട് എഴുതുമോ? അല്ല, ഇങ്ങനെ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഡായിട്ട് എഴുതി വെക്കും, അവന്റെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി. ആളാണ് അമ്മയുടെ ആധാരം ഒക്കെ ശരിയാക്കി. അതെല്ലാം ശരിയാക്കിയത് അവനെ തന്നെ. അതല്ല, ഫോണില് ചെറുപ്പം മുതലേ ഭയങ്കര ഇതാണ്. യൂട്യൂബ് ചാനല് ഉണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റി എന്താ അമ്മയ്ക്ക് പറയാനുള്ള? യൂട്യൂബ് ചാനലിൽ എടുക്കുന്ന വീഡിയോസ് ഒക്കെ അമ്മയെ കൊണ്ട് കാണിക്കാറുണ്ട്. അത് എന്ത് ചെയ്താലും എന്നെ കൊണ്ട് കാണിക്കും. വേറെ എന്തൊക്കെയാണ് ആള് ചെയ്യാൻ ഇഷ്ടം? വേറെ മെക്കാനിക്ക് പരമായിട്ട് അതല്ല. ആളിപ്പം 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ വണ്ടി എടുത്തോണ്ട് പോയി, അതെന്താ സംഭവം? അവൻ ചെറുതായിരിക്കുമ്പോ അവൻ്റെ അപ്പം ബൈക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവൻ്റെ ടെക്നിക്കിലൊക്കെ ഓടിക്കുന്നതിൻ്റെ ഇതൊക്കെ നോക്കി ചോദിച്ചപ്പോൾ
ഒരിക്കൽ എന്ത് ചെയ്തു, ഞങ്ങൾ അകത്ത് കയറിയതും വണ്ടി എടുത്തുകൊണ്ട് പോയി. വണ്ടി എടുത്തുകൊണ്ട് പോയി. കണ്ടുപിടിച്ച് വണ്ടി കാണാതെയായി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ വണ്ടിയില്ല, വനം ഇല്ലാത്തതുകൊണ്ട് വണ്ടിയായിട്ട് പോയതാണ്. പിന്നെ അവിടെ റോട്ടിൽ പോയൊരു കാരണം കുഴപ്പമില്ല, സുഖമായിട്ട് ഓടിച്ചു തരുന്നു. ഇതാണ് അച്ഛൻ. അപ്പൊ പറയൂ ജോബിനെ കുറിച്ചുള്ള കാര്യം. ജോബിന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു സങ്കടം ഉണ്ട്. പിന്നെ ഇപ്പോൾ ബഡ്സ് സ്കൂളിൽ ഇതുകൊണ്ട് ഈ വരയ്ക്കാനൊക്കെ അവിടുത്തെ ടീച്ചർ നല്ല പ്രോത്സാഹനം കൊടുക്കും. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, വാരിയൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇപ്പോൾ അവന് താല്പര്യമായി. ഇപ്പോൾ അവൻ നല്ല വരയ്ക്കും. പിന്നെ ബഡ്സ് സ്കൂളിൻ്റെ ജില്ലാ മാഷന്മാരുണ്ട്, അവർ ഇവിടെ അന്ന് ജില്ലാനയിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ വലിയ സന്തോഷമായി. അവർക്കൊക്കെ വലിയ കാര്യമാണ്. നല്ല മാർക്ക് കിട്ടിയപ്പോൾ വയനാട് ജില്ലയ്ക്കാണ് ആ ട്രോഫി കിട്ടിയത്. അപ്പോൾ എപ്പോഴും നല്ല കെയർ ചെയ്യും അവർ. പിന്നെ പഞ്ചായത്തിൻ്റെയൊക്കെ സഹായമുണ്ട്, ബഡ്സ് സ്കൂളിൻ്റെ സഹായമുണ്ട്. പിന്നിപ്പോൾ കമ്പ്യൂട്ടർ വാങ്ങി പഠിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. വാഹനം ഓടിക്കാനിപ്പോൾ ഒരു പ്രശ്നം, ലൈസൻസ് കിട്ടാത്തതുണ്ട് അവർക്ക്. അപ്പോൾ ലൈസൻസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിരിക്കുകയാണ്. വല്ല ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കും, സ്കൂട്ടി ഓടിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ്. പരിസരം ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ലൈസൻസ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവനൊരു ജീവിതമാർഗ്ഗം ആവട്ടെ വിചാരിച്ചിട്ട് ഗ്രാഫിക്കൊക്കെ പഠിപ്പിക്കുന്നത്. ഞങ്ങളെ കാലം കഴിഞ്ഞാൽ അവനൊരു ഇതാവുമല്ലോ. പഠിക്കാൻ ഇങ്ങനെ അക്കാഡമിക്കുള്ള പഠിത്തം ഇല്ല, ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ളതൊക്കെ പഠിക്കാനുള്ള താല്പര്യമുണ്ട്. എങ്ങനെയാണ് ആളുടെ ഒരു ഡെയിലി റൂട്ടീൻ? ഡെയിലി ഞാൻ പ്രയാസമാണ്, ശരീരത്തിനൊക്കെ ഇതുള്ളതുകൊണ്ട്. പിന്നെ അവന് കിഡ്നിക്കൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് രണ്ടാമതും ഇപ്പോൾ പ്രയാസം വന്നിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ച് ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അതൊക്കെ മാറിയാൽ അവൻ ഉഷാറാണ്, എല്ലാം ചെയ്യണം താല്പര്യമുണ്ട്. പക്ഷേ ഈ ഒബസിറ്റി ഉള്ളതുകൊണ്ടും പിന്നെ പഠന വൈകല്യമുള്ളതൊക്കെ ഒരു വലിയ പ്രയാസമായിട്ട്. എന്നാലും താല്പര്യം തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഒരു പ്രയാസമുണ്ട്. അത് ആണോ. പിന്നെ ജോലി ചെയ്യുമ്പോൾ കുറേ നേരം ക്ലാസ്സിലിരിക്കുമ്പോൾ ഒക്കെ ബഡ്സ് സ്കൂളിലാണെങ്കിലും അവിടെ കുറേ നേരം ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രയാസം വരും. അപ്പോൾ ടീച്ചർമാർ കെയർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? വണ്ടി ഉണ്ടല്ലേ? വണ്ടി ബഡ്സ് സ്കൂളിൻ്റെ വണ്ടി വരും, അതിൽ കൊണ്ടുപോകും. ആൾക്ക് ഇപ്പം പടം വരയ്ക്കാനല്ലാതെ ക്രാഫ്റ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ സാധ്യതകളില്ല. ഒന്നാമത് ഇവിടെ കൊണ്ടുപോയി കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഞങ്ങൾക്കും ജോലിക്ക് പോകുമ്പോൾ ഒരു ടൈമില്ല. എന്തെങ്കിലും ചെയ്തിട്ട് സാധ്യതകൾക്ക് ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ള താല്പര്യമുണ്ട്. ചികിത്സ ഉണ്ട്. ഇപ്പോൾ കിഡ്നിക്കിൻ്റെ ആയിട്ടുള്ള ചികിത്സ ഉണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുമ്പോൾ വേദന ആകുമ്പോഴാണ് ആകെ ഡൗൺ ആയി പോകുന്നത്. അപ്പോൾ ടീച്ചർ പറയൂ, ആളെങ്ങനെയാണ് ക്ലാസ്സിൽ? ഉഷാറാണോ? ജോബിനാണ് നമ്മളെ ക്ലാസ്സിൽ, സ്കൂളിൽ തന്നെ ഫസ്റ്റ് കുട്ടിയാണ്. നന്നായിട്ട് വരക്കും, പിന്നെ കുറച്ച് ഗ്രാഫിക് ഡിസൈൻസും ചെയ്യും. പിന്നെ അവൻ എന്നോട് കാണിച്ചു തന്ന യൂട്യൂബിലെ ചാനലും കാര്യങ്ങളൊക്കെ സ്കൂളിൽ വന്ന് കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് കാണിച്ചു തന്ന്. അങ്ങനെയാണ് ഞാൻ അവൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നത് തന്നെ. നന്നായിട്ട് നല്ല പെർഫോമൻസാണ് എൻ്റെ. നമ്മളെ സംസ്ഥാന തലത്തിൽ കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് വാങ്ങിയ കുട്ടിയാണ് ചിത്രരചനയിൽ. അവന് സ്വന്തമായിട്ട് തമിഴ് പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെയാണ് അവൻ ചെയ്യാറ്. അതൊക്കെ പാടുകയും ചെയ്യും. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പാട്ട് പാടുവോ? സ്വന്തമായിട്ടുണ്ടാക്കിയ പാട്ട് അത് പാടിക്ക്. അത് ഇപ്പോൾ പാടിയൊക്കെ വരൂലേ? അത് ഓരോ ടൈമിൽ വരുള്ളൂ. ആൾക്ക് മലയാളം മാത്രമല്ല തമിഴും ഇംഗ്ലീഷും എല്ലാം അറിയാം. ഇവിടുത്തെ അമ്മയുടെ ആധാർ ശരിയാക്കിയതും എല്ലാം ആള് തന്നെയാണ് കേട്ടോ. പാൻ കാർഡൊക്കെ ആളാണ് എടുക്കുന്നത്. അങ്ങനെ അക്ഷയ പോണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ എൻ വാഴാത എൻ ഉള്ളോനയെ എന്നുയിരോട് എൻ വാഴ് എന്നുയിരോട് എൻ വാഴാത എൻ சொன்ன എൻ ഉയിർ നേടുവായ് എൻ ഉയരാതൽവായ് എൻ ജീതത്താ എൻ പൊന്ന നിൻ ഉയിരോടും നിൽവാതനം എന്നൊன்றாக
என் வாழும் என் சொல்லாத என் நிச்சயம் மன்னாய் என் வாழும் என் உள்ளானே வாழும் என் உயிரோட கூட അവൻ ദൈവൻ. എന്ന് പാടി കേൾപ്പിക്കും ഞങ്ങളെ സ്വന്തമായിട്ട് എഴുതിയ പാട്ട്. അടുത്ത പ്രാവശ്യം കേൾപ്പിക്കും. അടുത്ത പ്രാവശ്യം കേൾപ്പിക്കും. സ്കൂളിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല, ശത്രുക്കളാ. അതെന്താ ആരോട് കൂട്ടില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തനിമയായി ഒറ്റയ്ക്ക് മാത്രം. അതിന് പറ്റി ആരോടും കൂടാത്തെ? എൻ്റെ കിഴി പറ്റി മാത്രം ഞാൻ ഒറ്റയ്ക്കായി നിൽക്കും. അവിടെ ആരോടും കൂടില്ലേ? അപ്പൊ അവരൊക്കെ സംസാരിക്കാൻ വരൂലേ? വരും, സംസാരിക്കും പോവും. സംസാരിക്കും പോവും. ഞാൻ 8ാം വരെ മക്കൾ പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയിട്ട് ഞാൻ അവിടെ പള്ളിയുണ്ട്, അവിടുത്തെ എന്താ കാടുകളുണ്ട്, അവിടെ പോയി ഞാൻ കളിക്കും. തന്നെ കളിക്കും. അവിടെ പോയിട്ട് വീട് കെട്ടും. ഓടെ കൊണ്ട് ഞാൻ അവിടെ വീട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് തന്നെ ഭക്ഷണം അവിടുന്ന് തന്നെ കഴിച്ചിട്ട് അവിടെ തിരിച്ചു പോകും. അവിടെ തന്നെ കളിക്കും. പിന്നെ അവിടെ പള്ളിയിൽ സ്റ്റെപ്പുകളുണ്ട്, അവിടെ കളിക്കും ഞാൻ. അവിടെ ഒറ്റയ്ക്ക് കളിച്ച് അങ്ങനെ എന്നിട്ട് ആ കുളിന്നില്ലേ, അവിടെ തോട്ടിൽ പോകുമ്പോൾ ആ കാടുണ്ട്, ഫോറസ്റ്റ് കാട്, അവിടെ എല്ലാം ഞാൻ ചുറ്റി കറങ്ങി കുളിച്ച് അവിടെ തന്നെ പോയി അങ്ങനെ കളിക്കും. ഞാൻ ഒറ്റയ്ക്ക് നടന്നു. ടീച്ചറിനെ ഇഷ്ടമാണ്. 3 ടീച്ചർ. പേരൊക്കെ പറയോ? അതറിയില്ല. അത് പഠിച്ചാലേ എനിക്ക് ഓർമ്മ കിട്ടും. ആണോ? ടീച്ചർമാരെ ഇഷ്ടമാണല്ലേ, കൂട്ടുകാരെ മാത്രം ഇഷ്ടമില്ല. ഇഷ്ടമാണോ? ആണ്. ടീച്ചർ പാവല്ലേ? ടീച്ചറ് പാട്ടൊക്കെ പാടി തരുമോ? കഥ പറഞ്ഞു തരുമോ? അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല, എനിക്ക് സ്വന്തം പാട്ട് മതി. അതൊക്കെ ചോദിക്കണോ പഠിക്കണോ ആരൊക്കെ ഉണ്ട്. പിന്നെ കൊറേ ഉണ്ട് ആഗ്രഹങ്ങൾ, അത് പറയാനും പറ്റില്ല. സപ്പോർട്ട് ചികിത്സക്ക് എങ്ങനെ സഹായങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ചികിത്സ അത് 9ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ഓപ്പറേഷൻ. അന്ന് ഞങ്ങൾ എസ്റ്റേറ്റിൽ ജോലിയായിരുന്നു. അപ്പോൾ കമ്പനി വക വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സെല്ലാം പൈസ ഇട്ടെന്ന്. ഞങ്ങൾ എസ്റ്റേറ്റിലായതുകൊണ്ട് എല്ലാവരും തൊഴിലാളികളൊക്കെ ഒരു ദിവസത്തെ കൂലി. എത്ര വരെ ആൾ പഠിച്ചിട്ടുണ്ട്? +2. അത് കഴിഞ്ഞ് ബഡ്സ് സ്കൂളിലോ? ബഡ്സ് സ്കൂൾ. ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ അവൻ്റെ ബുദ്ധി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തിരഞ്ഞു ആലോചിച്ച് കുറേ എന്താ പഠിപ്പിക്കുകയെന്ന് വെച്ചിട്ട് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് അവിടെ GTech കമ്പ്യൂട്ടർ പോയത്. അപ്പോൾ ഞാൻ അവളെ ചോദിച്ചു അവിടെ എന്തെല്ലാം കോഴ്സ് ഉണ്ടെന്ന് ഇവന് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ അവൾ പറഞ്ഞു ഗ്രാഫിക് എന്ന് പറഞ്ഞതുണ്ട്, അതിനധികം വായനയൊന്നുമില്ല. അപ്പോൾ ഞാനത് മൊബൈലിൽ നോക്കി, അപ്പോൾ വായനയൊന്നുമില്ല, അപ്പോൾ ഇവന് പറ്റിയ കോഴ്സാണ്. അപ്പോൾ നല്ല വാല്യൂ ഉള്ളതുമാണല്ലോ ഗ്രാഫിക്ക്, അവന് ഇൻട്രസ്റ്റുമാണ്. അങ്ങനെ ചേർത്തിട്ട് ഫീസ് നമ്മൾ അടയ്ക്കണം. 14,000 രൂപ വേണം 4 മാസത്തെ കോഴ്സ്.